Okay, today onwards we are discussing the chemical properties of aldehydes and ketones. ഇവിടെ നമുക്ക് 5 chemical properties ആണ് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 5 chemical properties ഏതൊക്കെയാണെന്നും ആ ഓരോ chemical propertiesനെയും അണ്ടറിൽ നമ്മൾ ഏതെല്ലാം ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഷോർട്ട് നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ ഓരോന്നും നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. So first chemical property is the nucleophilic addition reaction. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ വരുന്ന ന്യൂക്ലിയോഫൈൽസുകളായിട്ട് പല ന്യൂക്ലിയോഫൈൽസുകളുണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ റിയാക്ഷൻ ഓഫ് എ കാർബണൈൽ ഗ്രൂപ്പ് വിത്ത് വാട്ടർ. വി കോൾ ഇറ്റ് ആസ് ഹൈഡ്രേഷൻ. ദ നെക്സ്റ്റ് ഇസ് ഹൈഡ്രജൻ സയനൈഡ്. ദ നെക്സ്റ്റ് ഇസ് അഡീഷൻ ഓഫ് സോഡിയം ബൈസൾഫേറ്റ്. ദെൻ അതർ ഇസ് അഡീഷൻ ഓഫ് ആൽക്കഹോൾസ്. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫോർമേഷൻ ഓഫ് എസെറ്റാൽസ് ആൻഡ് ഹെമി എസെറ്റാൽസ്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അഡീഷൻ ഓഫ് ആൽക്കഹോൾസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റേജ് കിട്ടുന്നുണ്ട്. വൺ ഇസ് ഇൻ ഹെമി എസെറ്റാൽ ആൻഡ് അതർ ഇസ് എസെറ്റാൽ. ദ നെക്സ്റ്റ് ഇസ് ദ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനോട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. സെക്കൻഡ് ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. നോർമലി ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നു, അതിനുശേഷം അവിടെ എന്തുണ്ടാവുന്നു, എലിമിനേഷൻ ഇസ് ഓൾസോ ടേക്കിംഗ് പ്ലേസ്. ഇതിനകത്ത് മൂന്ന് രീതിയാണ്, നമുക്ക് മൂന്ന് ടൈപ്പ് കോമ്പൗണ്ട്സുകളാണ് റിയാക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ആൽഡിഹൈഡ്സും കീറ്റോൺസും ഫസ്റ്റ് വൺ ദേ ക്യാൻ റിയാക്ട് വിത്ത് എൻ action of primary amine. What happens when primary amine is reacted with aldehydes and ketones? First one. Second one, action of ammonia derivative. നമുക്കറിയാം അമോണിയക്ക് ഒരുപാട് ഡെറിവേറ്റീവ്സുകളുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരുവിധം ഡെറിവേറ്റീവ്സ് എല്ലാം എങ്ങനെയാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസുമായിട്ട് കെമിക്കലി റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഈസ് ദ റിയാക്ഷൻ ഓഫ് എൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിത്ത് അമോണിയ. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. That means a nucleophilic addition followed by elimination. And the third one is the reduction reaction. First, the reduction of carbonyl group. Then second one, reduction of aldehydes and ketones to alcohol. Then the fourth one is oxidation reactions. Oxidation reactions നമുക്ക് സ്ട്രോങ് ഓക്സിഡൻസുമായിട്ടും മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസുമായിട്ടും ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ വിത്ത് സ്ട്രോങ് ഓക്സിഡൻസ് ആദ്യം നമ്മൾ കാണിക്കുന്നു, ഏതൊക്കെയാണ് സ്ട്രോങ് ഓക്സിഡൻസ് എന്നും എങ്ങനെയാണ് അത് ഓക്സിഡൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ സെക്കൻഡ് വൺ ഇസ് വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആൻഡ് ഹാവിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് റിയാക്ഷൻ അറ്റ് ദ ആൽഫ കാർബൺ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. റിയാക്ഷൻ അറ്റ് ദ ആൽഫ കാർബൺ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു വാട്ട് ഇസ് എൻ ആൽഫ കാർബൺ ആൻഡ് വാട്ട് ഇസ് എൻ ആൽഫ ഹൈഡ്രജൻ ആൻഡ് ഓൾ. So in this section we will discuss what are the reactions that are taking place at the alpha carbon of carbonyl compound. Anyway, ഇനി എങ്ങനെയാണ് ഈ റിയാക്ഷൻസ് നടക്കുന്നത്, ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു നോട്ടായിട്ട് പറയുകയാണ്. വൈ ഡു കാർബണൈൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാർബണൈൽ കോമ്പൗണ്ട്സുകളിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നടക്കുന്നു. വൈ ദാറ്റ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്? ഇപ്പോൾ ന്യൂക്ലിയോഫൈൽ വരുന്ന സമയത്ത് നോർമലി ഒരു കാർബണൈൽ കോമ്പൗണ്ട്സിലോട്ട് ന്യൂക്ലിയോഫൈൽ വരുന്നുണ്ടെങ്കിൽ നോർമലി അവിടെയുള്ള ഒരാൾ എന്തായിരിക്കണം, മീൻസ് ഇലക്ട്രോഫൈലായിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ദ കാർബൺ ഓക്സിജൻ എന്ന് പറയുന്നത് ദേ ആർ ഡിഫറൻസ് ഇൻ ദർ ഇലക്ട്രോനെഗറ്റിവിറ്റി. വളരെ ഡിഫറൻസ് ഉണ്ട് കാർബണും ഓക്സിജനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പം നോർമലി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയിട്ടുള്ള ഓക്സിജന്റെ അടുത്തോട്ട് ഏരിയയിലായിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ആയിട്ട് കാണുന്നത്. Therefore, the oxygen will generate a partial negative charge and correspondingly the carbon will having a partial positive charge. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ ആൻഡ് ഓക്സിജൻ ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആൻഡ് ഓക്സിജൻ ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ദ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അത് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം just because of the difference in their electronegativity, the electron density is higher near to the oxygen atom and this will generate a partial negative charge to the oxygen atom and correspondingly the carbon is having the partial positive charge. അതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. In carbonyl compounds the carbon oxygen bond is polar. Normally അവിടെ ചാർജസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. Then the bond is polar. On the relatively higher electronegativity of the oxygen atom,
the electron density is higher near the oxygen atom, and this leads to the generation of a partial negative charge on the oxygen atom and partial negative charge on the carbon. ഈ ഒരു കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്? That means that carbonyl carbon can behave as an electrophile. If it is behaving as an electrophile, then there is a possibility to attack, or there is a possibility for the attack of a nucleophile towards this electrophile. That is shown here. Since the carbonyl carbon holds a partial positive charge, it behaves as an electrophile. Okay. The partial negative charge of oxygen atom can be stabilized by the introduction of an acidic group. The proton donated by the acid bond with the carbonyl oxygen atom and neutralizes the negative charge. So the negative charge of the oxygen can be stabilized by the introduction of an acidic group. Okay. Next to the question, നമ്മൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്സിനാണ് കീറ്റോൺസിനേക്കാളും കൂടുതലായിട്ട് ന്യൂക്ലിയോഫിലിക് എഡിഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൽഡിഹൈഡ്സ് ആർ റിലേറ്റീവ്ലി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ദ ന്യൂക്ലിയോഫിലിക് എഡിഷൻ വെൻ കമ്പയർഡ് ടു കീറ്റോൺസ്. നമ്മൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും മാത്രമാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഇഫ് യു ആർ കമ്പയറിംഗ് ദ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, ആൽഡിഹൈഡ് ഇസ് റിലേറ്റീവ്ലി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ദ ന്യൂക്ലിയോഫിലിക് എഡിഷൻ റിയാക്ഷൻ. Why it is so? അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്, അല്ലെ? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ദ പ്രൈമറി. Normally in the case of the ketones, the secondary carbocations are forming, and in the case of an aldehyde, and it is the primary carbocations are forming. Therefore, the less stable primary carbocations will having a more reactive towards the nucleophilic addition reaction. In the case of ketones, it forming a secondary carbocation which is having higher stable than the primary carbocation. Therefore, it will react to the nucleophilic addition in a lower rate than the aldehydes. This is because the secondary carbocations formed by the ketones, formed in secondary carbocations are stabilized by the adjacent R groups. Adjacent R groups and secondary carbocations formed stabilize it. And the primary carbocations formed by the aldehydes. Normally, the aldehydes are forming the primary carbocations and are less stable than the secondary carbocations formed by the ketones and are therefore more susceptible to nucleophilic attack. അതുകൊണ്ടാണ് secondary means primary carbocations form ചെയ്യുന്ന aldehydes ആണ് nucleophilic addition reactionൽ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ആ ന്യൂക്ലിയോഫിലിക് എഡിഷൻ റിയാക്ഷൻ ഒരു കാർബണൈൽ ഫോം ചെയ്യുന്നത് എന്നുള്ളത്. നോർമലി എഡിഷൻ ഒരു സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് നോക്കാം. എഡിഷൻ റിയാക്ഷൻ ഇൻ വിച്ച് ന്യൂക്ലിയോഫൈൽ ഫോംസ് എ സിഗ്മ ബോണ്ട് വിത്ത് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്. ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈൽ, അതായത് നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സിഗ്മ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. They enable the conversion of the carbonyl groups into a variety of functional groups. അവർ കാർബണൈൽ ഗ്രൂപ്പ്സിനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സുകളായിട്ട് മാറ്റം വരുത്തുന്നു. അതിനോട് എക്സാമ്പിൾ നമുക്ക് ഈ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഇസ് എ കാർബണൈൽ ഗ്രൂപ്പ്. ഇവിടെ കാർബൺ എന്ന് പറയുന്നത് നോർമലി എന്താണ് നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈലാണ്. ഈ ഒരു ന്യൂക്ലിയോഫൈൽ എവിടെ വന്ന് അറ്റാക്ക് ചെയ്യും? നമ്മൾ ഇലക്ട്രോഫൈലിന് മുകളിൽ വന്ന് അറ്റാക്ക് ചെയ്യും. സോ ഷിഫ്റ്റിംഗ് ഓഫ് ദ bond will takes place and formation of an alkoxide. ഈ ആൽക്കോക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ കാർബൺ ഓക്സിജൻ ഉള്ള ഒരു സിഗ്മ ബോണ്ട് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, നോട്ട് ദ സിഗ്മ ബോണ്ട്, എ പൈ ബോണ്ട് ഇസ് ബ്രേക്കിംഗ്. ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഇലക്ട്രോൺ ഷിഫ്റ്റിംഗും കൂടെ ചെയ്തതുകൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ഉണ്ടായി. അത് എന്ത് ചെയ്തു? ഫോമിങ് ആൻ ആൽക്കോക്സൈഡ്. And the next step is that the alkoxide is protonated, or protonation of the alkoxide takes place and this yields an alcohol derivative. അതാണ് ഇവിടെ നടക്കുന്നത്. ഒന്നുകൂടെ പറയാം. The nucleophile will attack the electrophile carbon and the shifting of the bond will takes place, forming an alkoxide here, and the alkoxide, by the protonation of the alkoxide, it yield an alcohol derivative. Okay, ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. 3 സ്റ്റെപ്സുകളായിട്ട് it is shown here. The electrophilic carbonyl carbon forms a sigma bond with the electrophile. Definitely they will form a sigma bond. Sigma bond form ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ? പൈ ബോണ്ട് ഉണ്ടാവുള്ളൂ. The carbon oxygen pi bond is now broken,
forming an alkoxide intermediate, and the third is the subsequent protonation of the alkoxide yields the alcohol derivative. Okay, so I think it's clear for you, and we can move into the next part. You just note that the carbon oxygen double bond is directly attached by a strong nucleophile to give rise to the alkoxide. However, when the weak nucleophiles are used, the carbonyl group must be activated with the help of an acid catalyst for the nucleophilic addition reaction to proceed. നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഇലക്ട്രോഫൈൽ ആയിരിക്കണം? സ്ട്രോങ് ഇലക്ട്രോഫൈൽ ആണെങ്കിൽ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യും. ഇഫ് ദെൻ ഇലക്ട്രോഫൈൽ മീൻസ് ന്യൂക്ലിയോഫൈൽസ് സ്ട്രോങ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യും. പക്ഷേ എടുക്കുന്ന ന്യൂക്ലിയോഫൈൽസ് വീക്ക് ആണെങ്കിൽ എന്തുണ്ടാകും? നമ്മൾ അവിടെ ആ ഒരു റിയാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ആസിഡ് കാറ്റലിസ്റ്റിനെയും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഹൗ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അതിനകത്തുള്ള ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് വാട്ടർ ഓർ ഹൈഡ്രേഷൻ. A ketone when treated with water and hydrate is formed. That means RCOH OHR. Here one example is given. This is 1,1-diol. 1,1-diol. This is acetone when treated with the water forming an propane 2,2-diol. This is propane 2,2-diol. Water can add to a carbonyl group to form a 1,1-diol as gem diol or hydrate. It is called a gem diol or hydrate. Hydration of carbonyl group gives a good yield of gem diol only if the aldehyde is unhindered. Unhindered ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജെം ഡയോൾ ഫോം ചെയ്യുള്ളൂ. കാരണം എന്താ? ഇത് മറ്റ് ഗ്രൂപ്പുകൾ ഇല്ല. ശ്രദ്ധിക്കണം, ഹൈഡ്രേഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ഗിവ്സ് എ ഗുഡ് yield ഓഫ് ജെം ഡയോൾ only if the aldehyde is unhindered. അപ്പോൾ ഞാൻ എടുത്തൊരു അൺഹിൻഡേർഡ് ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് എടുത്തു. ദാറ്റ് ഇസ് എ ഫോർമാൽഡിഹൈഡ് ആണ്. Formaldehyde when treated with water, it is forming a formaldehyde hydrate. It is a 1,1-diol. It is a major product. ഇനി ഈ ഒരു ആൽഡിഹൈഡിൽ ഞാനൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ദിസ് ആൽഡിഹൈഡ് is unhindered, so no problem, the good yield of gem diol is obtained. What happened if an electron donating group is present on the carbonyl carbon? ഇവിടെ ഞാനൊരു CH3 ഗ്രൂപ്പാണ്, ഇതൊരു ആൽഡിഹൈഡ് ആണ്. ഈ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ഞാനൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഏത് വേണമെങ്കിലും ആകാം. ഞാനിവിടെ CH3 ആണ് കൊടുത്തിട്ടുള്ളത്. CH3 ആ ഒരു കാർബണൈൽ കാർബണിന്റെ മുകളിൽ പ്രസന്റ് ആണെങ്കിൽ ഹൗ ഇറ്റ് ഇഫക്ട്സ്? നോർമലി എന്താ ഉണ്ടാവുക? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് അല്ലേ? CH3 ഇലക്ട്രോൺസ് നിങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാർബൺ ഓൾറെഡി ഏത് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്? പോസിറ്റീവ് ചാർജ് ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതായത് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഓക്സിജൻ പാർഷ്യൽ നെഗറ്റീവ് ചാർജും. അപ്പോൾ ഈ CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്ന സമയത്ത് കാർബണിലുള്ള പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് ദ ഡിക്രീസസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ ദ കാർബണൈൽ കാർബൺ. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് CH3, it decreases the positive charge of the carbon in that carbonyl group. Therefore, we can say that it decreases the electrophilicity of that carbon. A carbon electrophilic nature ആയിരുന്നു. ആ ഇലക്ട്രോഫിലിസിറ്റിയെ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. And stabilizes the carbonyl compound and decreases the yield of hydrate. ആ ഒരു കാർബണൈൽ ഗ്രൂപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അത്രമാത്രം ന്യൂക്ലിയോഫിലിക് എഡീഷൻ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, ഇവിടെ നടക്കില്ല. ഇറ്റ് ഡിക്രീസസ് ദ yield ഓഫ് ഹൈഡ്രേറ്റ്. നേരത്തെ 99.9% കിട്ടിയിരുന്നു. കാരണം ഇവിടെ ആരുമില്ല, ഇറ്റ് ഇസ് അൺഹിൻഡേർഡ് ആൽഡിഹൈഡ് ആയിരുന്നു. ഇവിടെ ഹിൻഡേർഡ് എന്നല്ല, ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് 6 വന്നു. അപ്പോൾ എന്താണ്? ഇലക്ട്രോഫിലിസിറ്റി കുറയുന്നു. അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫിലിക് എഡീഷൻ റിയാക്ഷൻ അവിടെ കുറയും. സോ therefore we can say that the product will be only 50% yield of the hydrate. ഇത് നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് 6 വന്നുള്ള കഥയാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് 2 വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കീറ്റോൺ. അതുകൊണ്ട് കീറ്റോണിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർഗോ ഹൈഡ്രേഷൻ by a ketone. Why? Just because of the presence of the 2 electron donating group CH3
both the CH3 group will gives electrons to the carbon, or the electrophilicity of the carbon. That means the positive charge of the carbon is getting decreases. Therefore, we can say that it decreases the electrophilicity of carbon, and hence the production of the yield will be very low. ഇതാണ് ഇവിടെ പറയുന്നത്. The hydration of a ketone is very difficult because it consists of two electron donating group CH3 and gives only less than 1% yield or hydrate form by decreasing the electrophilicity of carbon. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണിച്ചത്. yield നോക്കി വളരെ yield തന്നെ 0.14% ആണ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോഫൈൽ ആ കാർബണിന്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യാനെന്നുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറയാണ് ചെയ്യുന്നത്. Why? Just because of the very decrease in the electrophilicity of carbon. Carbon electrophilicity കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അവിടെ ന്യൂക്ലിയോഫൈൽസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കുറയും. Next condition, what happens if that aldehyde or the carbonyl group contain one of its group as strong electron withdrawing group? എന്തുണ്ടാവും? ഈ ഒരു കാർബണിന്റെ മുകളിൽ ഞാനൊരു CL3 ആഡ് ചെയ്തു. CL3 എന്ന് പറയുന്നത് CCl3 ഗ്രൂപ്പ് വന്നു. We know that it is an electron withdrawing group ആണ്. ഓൾറെഡി കാർബണിന് ഏത് ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചാർജ് എന്താകും? കൂടുതലായിട്ട് പോസിറ്റീവ് നേച്ചർ കാണിക്കും. It indicates that increases in the electrophilicity of carbon. What happens if the electrophilicity of the carbon increases in a large amount? Definitely the nucleophilic addition reaction will take place in a higher rate. That is given here. Compounds with strong electron withdrawing group attached to the carbon can decreases the electrophilicity of carbon and thereby forms a more stable gem diol. Here you can see the product chloral hydrate 1,1 diol formed here, means diol formed here, chloral hydrate. It is a stable compound and this reaction will take place in a higher rate. Why? Just because it increases due to the presence of a strong electron withdrawing group, the electrophilicity of the carbon increases. Then addition of water to aldehyde and ketone slow in pure water, but it is faster in acid catalyzed and base catalyzed. Normal water il reactions slow ആയിരിക്കും, but in the case of an acid catalyzed and base catalyzed, the reaction will be in a higher rate. Next is the addition of hydrogen cyanide. It's very simple. When an aldehyde and ketone reacted with an hydrogen cyanide, the cyanohydrins will formed. Aldehydes or ketone when reacted with HCN, Cn minus will attach here. The RCCNOH. If it is in the presence of a base catalyst, HCN plus OH minus giving Cn minus plus H plus, that Cn minus is reacting with the RCCN or minus H. Then in the chain of protonate with the not protonating, it taking the H and forming an RCOHCN H plus Cn minus. Some examples are given here. RCHO plus HCN in the presence of base catalyzed. In the kittunnu namukku aldehyde cyanohydrin kittunnu. ഒരു കാർബണിന്റെ മുകളിൽ ഒരു CN ഒന്ന് എന്താണ് OH വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ അതർ മറ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. CH3CHO plus HCN പ്രോഡക്ട്സ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. OH and CNS is reacted with the C. Here C6H5CHO plus HCN, the product will be C6H5CHOHCN. Here CH3CCH3O plus HCN, CH3COHCN, CH, that is acetone cyanohydrin. Anyway, if an aldehydes and ketones reacted with an HCN, the product will be a cyanohydrin. What is the uses of cyanohydrin? Cyanohydrin ആയിട്ടുള്ള RCH OH when undergoing hydrolysis, CN when hydrolysis in the form ചെയ്യുന്നു alpha hydroxy acid form ചെയ്യുന്നു, that is a lactic acid. So therefore we can say that the cyanohydrins can be used for the preparation of lactic acid and also for the alpha hydroxy amine.